بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പ്രിയം നിറഞ്ഞ സഹോദരിമാർ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചത് അൽഹംദുലില്ലാ എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത്തിൻ്റെ ലളിതമായ വിശദീകരണമാണ്. എല്ലാ സ്തുതികളും അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ആ അനുഗ്രഹങ്ങളുടെ എല്ലാം യഥാർത്ഥ ഉടമസ്ഥനും അവകാശിയും അള്ളാഹുവാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവോ അതിൻ്റെയൊക്കെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്നർത്ഥം. എൻ്റെ വീട്ടിൽ എനിക്ക് സുന്ദരമായൊരു വാഹനം, യാത്ര ചെയ്യാനുള്ള വാഹനമുണ്ട്, കാറുണ്ട്, അല്ലെങ്കിൽ ബൈക്കുണ്ട് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിൻ്റെയൊക്കെ യഥാർത്ഥ ഉടമസ്ഥനും അവകാശിയും അള്ളാഹുവാണ്. നമ്മൾ അൽഹംദുലില്ലാ അവിടെ പറയണം. അത് നമുക്ക് അഹങ്കരിക്കാനുള്ളതല്ല. എൻ്റെ വീട് സുന്ദരമായൊരു വീടാണ്, പരിസരങ്ങളിലുള്ള വീടിനേക്കാൾ സുന്ദരമാണ് എൻ്റെ വീട് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ ഉടനെ നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. എൻ്റെ ഭർത്താവിന് സുന്ദരമായൊരു ജോലിയുണ്ട്, പരിസരങ്ങളിൽ പ്രയാസപ്പെടുമ്പോഴും എനിക്ക് കടങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മൾ ഉടനെ പറയണം അൽഹംദുലില്ലാ എന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹമായി തോന്നുന്നുവോ, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് രോഗങ്ങളില്ല, ഒരു പ്രയാസവും എന്നെ അലട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഉടനെ പറയണം അൽഹംദുലില്ലാ. ഇതൊന്നും നമുക്ക് അഹങ്കരിക്കാനുള്ളതല്ല. നമുക്ക് നൽകിയ സമ്പത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത സന്തോഷങ്ങൾ ഒന്നും നമ്മൾ മനസ്സിൽ കരുതി മറ്റുള്ളവരെക്കാൾ നമുക്ക് അഹങ്കരിക്കാൻ ഒരു വകയുമില്ല. എല്ലാം അള്ളാഹു അവൻ്റെ വലിയ നിഅമത്ത്, അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായി നമുക്ക് തന്നതാണെന്നു മാത്രം. ഏത് സമയത്തും അത് പിൻവലിക്കാൻ അള്ളാഹുവിനൊരു പ്രയാസവുമില്ല. പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ അള്ളാഹു വളരെ വ്യക്തമായി വളറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന. അള്ളാഹു നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം, ഒരു നാടിൻ്റെ ഉദാഹരണം. കാനത് ആമിനതൻ മുത്മഇന്ന, അവർ നിർഭയത്വത്തിലും സന്തോഷത്തിലുമായിരുന്നു. അവർ സുന്ദരമായ ജീവിതം നയിച്ചവരായിരുന്നു. യഅ്തീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം, ജീവിതോപാധികൾ മുഴുവൻ അവരിലേക്ക് അല്ലാഹു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചു നൽകി. എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും അവർ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ജീവിച്ചിരുന്നൊരു വിഭാഗം. പക്ഷേ ഫകഫറത് ബിഅൻഉമില്ല,
അള്ളാഹു അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കൊണ്ട് അവർ നന്ദികേട് കാണിച്ചു, അവരതിനെ തിരിച്ചു നന്ദി ചെയ്തില്ല. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്. പക്ഷേ അതിന് നന്ദി ചെയ്യാതെ നന്ദികേട് ചെയ്തപ്പോൾ فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. فأذاقها الله, അള്ളാഹു അവർക്ക് രുചിപ്പിച്ചു കൊടുത്തു ലിബാസൽ ജൂഅ, ദാരിദ്ര്യത്തിൻ്റെ വിശപ്പിൻ്റെ വസ്ത്രത്തെ അള്ളാഹു അവർക്ക് രുചിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ശക്തമായ ദാരിദ്ര്യം നൽകി അള്ളാഹു അവരെ പരീക്ഷിച്ചു. വൽ ഖൗഫ്, ജീവിക്കാനുള്ള ഭയം, വിവിധ രീതിയിൽ ഭയം അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ബിമാ കാനൂ യസ്നഊൻ, ഇതെല്ലാം അവർ ചെയ്തതിൻ്റെ പ്രതിഫലമാണ്, ചെയ്തതിൻ്റെ തിക്തഫലമാണ്. ഇങ്ങനെ അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ചെയ്തപ്പോൾ ആ ചെയ്തതിനൊന്നും നന്ദി ചെയ്യാതെ അതിലെല്ലാം ധിക്കരിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്തതിൻ്റെ ഫലമായി അള്ളാഹു വലിയ പ്രയാസങ്ങളെ കൊണ്ട് അവരെ പരീക്ഷിച്ചു എന്ന് ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മൾ ചിന്തിക്കേണ്ട ഈ ഒരു സന്ദർഭം നമ്മൾ ആലോചിക്കേണ്ടതും അതാണ്. ഇന്ന് നമുക്ക് പുറത്തിറങ്ങാൻ ഭയമാണ്, പല വിധത്തിലുള്ള ഭയങ്ങളാണ്. നമ്മുടെ കുടുംബത്തിലൊരു കുടുംബ സന്ദർശനം നടത്താൻ നമുക്ക് ഭയമാണ്, ഒരു സൽക്കാരത്തിനോ കല്യാണത്തിനോ പങ്കെടുക്കാൻ നമുക്ക് ഭയമാണ്, മറ്റു നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കാൻ നമ്മുടെ മനസ്സിൽ അള്ളാഹു ഭയം നൽകി. എന്തേ കാരണം? ഒരുപാട് തെറ്റുകൾ അള്ളാഹു നമുക്ക് യഥേഷ്ടം അനുഗ്രഹങ്ങൾ ചെയ്തൊരു നാടാണ് നമ്മുടെ കേരളം എന്നുള്ളത്. പക്ഷേ അതൊക്കെ നമ്മൾ വിസ്മരിച്ചു. അങ്ങനെ വന്നപ്പോൾ അള്ളാഹു ഒരു രോഗം കൊണ്ടുള്ള ഒരു ഭയം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഭരണാധികാരികളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് നേരെ കൈകൾ നീളുന്ന ഒരു സന്ദർഭം. ആ രീതിയിലും ഭയം. ഇവിടെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയിച്ചു പോകുന്ന, ജീവിതം തന്നെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഭയം. ഇങ്ങനെ വിവിധങ്ങളായ ഭയങ്ങൾ അള്ളാഹു നമുക്ക് നൽകി. അതോടൊപ്പം ദാരിദ്ര്യം, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പഴയ കാലങ്ങളിൽ നമ്മൾ വേട്ടയാടിയതുപോലെ വീണ്ടും വേട്ടയാടുമെന്നൊരു ധാരണയിലേക്കാണ് ലോകം എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സമാനമായൊരു സാഹചര്യങ്ങളിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് യഥേഷ്ടം ഈ കേരളത്തിൽ താമസിക്കുന്ന നമുക്ക് എമ്പാടും അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിരുന്നു. വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമ്പത്തികമായും വലിയ ഉന്നതികളും ഉയർച്ചകളും അള്ളാഹു നൽകിയപ്പോൾ നമ്മളൊക്കെ ആലോചിക്കുക, നെഞ്ചത്ത് കൈവച്ച്, എനിക്ക് അള്ളാഹു ഇത്രയും സന്തോഷങ്ങൾ ജീവിതത്തിൽ നൽകിയിട്ട് അതിനൊക്കെ വേണ്ട വിധത്തിൽ ഞാൻ നന്ദി ചെയ്തിട്ടുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു ഈ ഉമ്മത്തിന് ഫർളാണെന്ന് പറയുന്ന 5 വക്ത് ഫർള് നിസ്കാരം, ആ നിസ്കാരം കൃത്യമായി ഖളാ ഇല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുമെന്നുള്ളതാണ്. നമ്മളൊക്കെ ആലോചിക്കേണ്ട വിഷയമാണ്. എനിക്ക് പ്രായപൂർത്തി എത്തിയതിന് ശേഷം ഇന്നുവരെ എൻ്റെ ഫർളായൊരു നിസ്കാരം അവൽ വക്ത് ആദ്യ സമയത്ത് നിസ്കരിച്ചിട്ടില്ല. അത് പോകട്ടെ, ഖളാ ആകാതെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? പോകട്ടെ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എത്ര സഹോദരിമാർക്ക് കഴിയും? നമ്മൾ ആലോചിക്കുക. ഇവിടെയാണ് നമ്മുടെ വീഴ്ചകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിർബന്ധമാക്കിയ സംഗതികളിൽ വരെ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുന്നത്താക്കിയ എമ്പാടും സംഗതികൾ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു. അങ്ങനെ ഒരുപാട് വീഴ്ചകൾ, അള്ളാഹു ഹറാമാക്കിയ പലതും നമ്മൾ ഹലാലാക്കി. സുബ്ഹാനല്ലാഹ്, ഞാൻ ആലോചിച്ച് പോകാൻ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മ്യൂസിക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ 2 ചെവിയും പൊത്തിയിരുന്നു എന്ന് ഹദീസിൽ കാണാം. കേൾക്കുന്ന ഭാഗത്ത് നിന്ന് ഉടനെ സ്ഥലം കാലിയാക്കിയിരുന്നു, സ്ഥലം വിട്ടുകൂടിയിരുന്നു. മഹാനാകുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇതുപോലെ വീണയുടെ ശബ്ദം കേട്ടപ്പോൾ അവിടെ നിന്ന് 2 ചെവികളും പൊത്തി ഓടിയപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഹബീബായ മുത്തുനബിയോടുകൂടെ നടന്നു പോകുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണയുടെ ശബ്ദം കേട്ടപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോയിരുന്നു എന്ന് ഹദീസുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടിപ്പോയിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിക്കാൻ, നമ്മൾ ഈ കഴിഞ്ഞ എലക്ഷൻ കഴിഞ്ഞപ്പോൾ, സുബ്ഹാനല്ലാഹ്, എലക്ഷൻ സാധാരണ 5 വർഷം കഴിയുമ്പോൾ നടക്കും. ഒരു വിഭാഗം ജയിക്കും, പരാജയപ്പെടും. മുസ്ലിങ്ങളാകുന്ന നമുക്ക് അതിനപ്പുറമൊന്നുമില്ല. ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട്
ഏതൊരു വിഭാഗത്തിനാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നവർക്ക് വോട്ട് ചെയ്യാം. അതിനപ്പുറം നമ്മൾ ഇത്തരം വാദ്യമേളകളുടെ അകമ്പടിയോടുകൂടെ മുസ്ലിം ഉമ്മത്ത് അത് കേൾക്കാനും ആസ്വദിക്കാനും സമയം ചെലവഴിക്കുകയും മഗ്‌രിബിൻ്റെ സമയങ്ങളൊക്കെ റോഡിലിരുന്ന് കൊണ്ട് തസ്ബീഹ് ചൊല്ലേണ്ട നിസ്കരിക്കേണ്ട സമയത്ത് നമ്മൾ ഇത്തരം ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിയിട്ട് നമ്മളത് കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, വേദനയോടെ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ എത്രത്തോളം നന്ദി കെട്ടവരാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും പൊരുത്തപ്പെടാത്തൊരു സംഗതിക്ക് വേണ്ടി നമ്മുടെ സമയം, നമ്മൾ എത്ര വിലപ്പെട്ട സമയം ചെലവഴിക്കുന്നു. എന്തു നേട്ടമാണ് നമുക്കതുകൊണ്ടുള്ളത്? ഇലക്ഷൻ വരുമ്പോൾ ഇതൊക്കെ ഹലാലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, എത്രയാളുകൾക്ക് നമ്മുടെ കുടുംബത്തിൽ ഭർത്താവിന് അല്ലെങ്കിൽ മക്കൾക്ക് എത്രയാളുകൾക്ക് ഈ ഇലക്ഷൻ ആഘോഷത്തിൻ്റെ പേരിൽ നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ട്. തീരെ നിസ്കരിക്കാത്തവർ ഒരു ഭാഗത്തുണ്ട്, നിസ്കാരം ഖളാ ആയവർ വേറെ എമ്പാടുമുണ്ട്. ആരോടാ നമ്മളിതൊക്കെ പറയുക? അതുകൊണ്ട് നമ്മൾ തൗബ ചെയ്ത് പടച്ച റബ്ബിലേക്ക് മടങ്ങുക. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവുക. ഇങ്ങനെ ജീവിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു, ലഇൻ ശകർതും ലഅസീദന്നകും, അള്ളാഹുവിന് നിങ്ങൾ നന്ദി ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു ഇനിയും നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിപ്പിച്ചു തരും. ഇല്ല എങ്കിൽ ഇത്തരം ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ വലയം ചെയ്യും. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത്തരം മുസീബത്തിൽ നിന്ന്, എല്ലാവിധ മുസീബത്തിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകി നമ്മളൊക്കെ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തന്ന് അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഇങ്ങനെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവണം. അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ചെയ്തതെല്ലാം അത് നന്ദികേട് ചെയ്യാനല്ല കാരണമാവേണ്ടത്, മറിച്ച് അഹങ്കരിക്കാനുമല്ല കാരണമാവേണ്ടത്. ഇതൊക്കെ എനിക്ക് അള്ളാഹു നൽകിയതാണ്, അള്ളാഹു തന്നതാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ അൽഹംദുലില്ലാ പറയുന്നതിലേക്കാണ് നമ്മൾ ചെന്നെത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇത് അള്ളാഹുവിനോട് നമ്മൾ നന്ദി ചെയ്യണം. ആത്യന്തികമായി ഏതൊരു അനുഗ്രഹത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്, തീർച്ചയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ പറയണം. അതോടൊപ്പം നമ്മൾ മനുഷ്യരാണ്, സാമൂഹിക ജീവികളാണ്. നമ്മളൊക്കെ ഇടപഴകി ജീവിക്കുമ്പോൾ പരസ്പരം നമ്മൾ ഒരുപാട് ഗുണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തവരുമാണ്. അങ്ങനെ ആരിൽ നിന്നെങ്കിലും നമുക്കൊരു ഉപകാരം കിട്ടുമ്പോൾ അവരോട് നന്ദി പറയാനുള്ള വിശാലമായൊരു മനസ്സ് നമുക്ക് വേണം. നമ്മുടെ അയൽപക്കക്കാരികളാവാം, സുഹൃത്തുക്കളാകാം, കൂട്ടുകാരികളാകാം, ആരിൽ നിന്ന് നമുക്കൊരു ഉപകാരം കിട്ടിയാലും നന്ദി എന്ന് പറയാനുള്ളൊരു മനസ്സ്, താങ്ക്സ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ശുക്രൻ, ജസാക്കല്ലാ എന്ന് പറയാനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അല്ലേ? നമ്മളൊക്കെ സാധാരണ കേരളക്കാർക്ക് അത് വളരെ വളരെ വിരളമാണ്, വളരെ കുറവാണ്. ഇംഗ്ലീഷുകാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ നന്ദി ചെയ്തു കൊടുത്താൽ ഉടൻ അവർ പറയും താങ്ക്സ്. ഒന്നും വേണ്ട, വഴിയിൽ നിൽക്കുന്ന നമ്മോട് അവർ വഴി ചോദിച്ചു, വഴി നമ്മൾ പറഞ്ഞു കൊടുത്ത ഉടൻ അവർ പറയും താങ്ക്സ് അല്ലെങ്കിൽ താങ്ക് യു. അറബികളാകുന്ന ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ ഉടൻ അവർ പറയും ശുക്രൻ, ജസാക്കല്ലാ. പക്ഷേ കേരളക്കാരാകുന്ന നമ്മൾക്ക് തീരെ തൊട്ടു തീണ്ടാത്ത ഒരു ശീലമാണത്. നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ അയൽപ്പക്കത്ത് പോയി നമ്മുടെ വീട്ടിലെ പഞ്ചസാര തീർന്നു, അവിടെ പോയിട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര ചോദിക്കുന്നു, നമ്മളത് വാങ്ങുന്നു, അല്ലെങ്കിൽ 2 തക്കാളി വാങ്ങുന്നു, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വാങ്ങുന്നു. നമുക്ക് ആ സമയത്ത് അവരുടെ നല്ല മനസ്സുകൊണ്ട് അത് തരുമ്പോൾ ശുക്രൻ, ജസാക്കില്ല. സഹോദരിയാണെങ്കിൽ ജസാക്കി എന്നാണ് പറയേണ്ടത്, ആ പുരുഷന്മാരാകുമ്പോൾ ജസാക്ക എന്നാണ് പറയേണ്ടത്. അപ്പോൾ ജസാക്കില്ലാഹു ഖൈറ എന്ന് പറയാൻ എന്താ നമുക്കൊരു പ്രയാസം? ഒരു പ്രയാസത്തിൻ്റെയും ആവശ്യമില്ല. സന്തോഷത്തോടുകൂടെ നമ്മൾ പറയണം, ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി, വളരെ ഉപകാരപ്പെട്ടടി. അല്ലേ? നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിയാൽ എന്നാൽ ഞാൻ പോട്ടടി എന്നും പറഞ്ഞ് നമ്മൾ പോരും. അത് നമ്മൾ മാറ്റേണ്ടതാണ്. നമ്മൾ ഈ സമയത്ത് നമുക്ക് ഈ ഉപകാരം ചെയ്തു തന്നതുകൊണ്ട് ശുക്രൻ, നന്ദിയുണ്ട്, വളരെ ഉപകാരപ്പെട്ടു എന്ന് പറയാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ കുടിലതയാണത് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തീർച്ചയായും അത്തരം ഒരു സംസ്കാരവും ശീലവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾക്കിടയിൽ വളർന്നു വരേണ്ടതുണ്ട്. ഏതൊരു ഉപകാരം ചെയ്താലും, ആര് ചെയ്താലും, ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു,
സാധാരണ നമ്മൾ ഒരു ഡ്രസ്സ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങി അല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങി നമ്മളെ കൂട്ടാതെയാണ് പോയത് എങ്കിൽ സാധാരണ ഇന്ന് വീടുകളിലേക്ക് എത്തുമ്പോൾ കേൾക്കുന്ന പല്ലവി എന്താ? സാധാരണ പറയാം, ഇതാ വാങ്ങാൻ കണ്ടത് എന്നാണ്. നല്ല ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരു ചോദ്യമാണ്. മറിച്ച് ആ കൊണ്ടുവന്നതിന് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ, ശുക്രൻ, ജസാക്കല്ലാ എന്നു പറയാൻ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് കഴിയാത്തത്? അല്ലെങ്കിൽ വളരെ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഭംഗിയായിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. നമ്മുടെ മനസ്സ് അത്രയും ദുർബലമാണ്, അല്ലെങ്കിൽ അത്രയും വീക്കാണ് എന്നർത്ഥം. അതുകൊണ്ട് അതൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് ഭർത്താവിനോടാണെങ്കിലും വാപ്പയോടാണെങ്കിലും ഉമ്മയോടാണെങ്കിലും അയൽപ്പക്കക്കാരോടാണെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ ആ ഉപകാരത്തെ ഉപകാരമായി കാണാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ ഉപകാരമായി കണ്ട് അതിന് നന്ദി പറയാനുള്ള ഒരു മനസ്സിനെ നമ്മളെ രൂപപ്പെടുത്തിയെടുത്താൽ ഒരുപാട് ശുക്റുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ഇനിയും ചെയ്തു തരും. കേരളക്കാരാകുന്ന നമ്മളൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി കല്യാണത്തിന് വിളിച്ചാൽ ആ കല്യാണത്തിന് പോയിട്ട് യഥേഷ്ടം അവരുടെ ഭക്ഷണം യഥേഷ്ടം വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം അവിടെയുള്ള പല്ലിൽ കുത്തി അതുമെടുത്ത് പല്ലിൽ കുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിറങ്ങിപ്പോരും ആരെങ്കിലും നമ്മോട് ചോദിക്കാൻ എന്താടി ഈ വർത്താനം എന്ന് ചോദിച്ചാൽ നമ്മളെ മറുപടി എന്താ പറയാൻ? അങ്ങനെ പോകണം. ഇതാണ് നമ്മുടെ അവസ്ഥ. അൽഹംദുലില്ലാ, നല്ല ഭക്ഷണം ഒരു നേരം എനിക്ക് കഴിക്കാൻ കിട്ടി എന്ന് പറയാൻ നമ്മൾ തയ്യാറല്ല. കല്യാണവും സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഇനി അല്ലെങ്കിലോ നമ്മളവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ പറയാം വയറ് നിറച്ച് മൂക്കറ്റം കഴിച്ചിട്ടുണ്ട്, എന്നിട്ടും പറയും ഉപ്പ് കുറവാണടി, ടേസ്റ്റ് കിട്ടണില്ലടി. ഇതാണ് നമ്മുടെ സംസാരം. നമ്മൾ മറിച്ച് അൽഹംദുലില്ലാ, ഈ സമയം അല്ലെങ്കിൽ ഈ ദിവസം എനിക്ക് ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ കഴിഞ്ഞല്ലോ, ഭക്ഷണം കിട്ടിയല്ലോ, അത് ചെയ്തു തന്ന റബ്ബ് അൽഹംദുലില്ലാ. നമ്മളിതൊക്കെ നമ്മുടെ ഈ കേരളക്കാരുടെ സംസ്കാരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമാണ്. നമ്മൾ ഇതൊക്കെ അറബികളൊക്കെ എന്ത് ചോദിച്ചാലും എന്താ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ ഉടനെ അവർ പറയും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സൈൻ അൽഹംദുലില്ലാ. കാരണം അൽഹംദുലില്ലാ, ഇത്രയും കാലം ഈ സമയം വരെയെങ്കിലും ജീവിക്കാനുള്ളൊരു അവകാശം അല്ലാഹു തന്നല്ലോ, ആരോഗ്യം അല്ലാഹു തന്നില്ലേ, ഭക്ഷണം അല്ലാഹു തന്നില്ലേ. അൽഹംദുലില്ലാ. പ്രയാസങ്ങളുണ്ടാകും ദുനിയാവിൽ, പ്രയാസങ്ങളില്ലാത്ത ആരുമില്ല. ഒരാൾക്കൊരു തരത്തിൽ സാമ്പത്തിക പ്രയാസമാണെങ്കിൽ മറ്റൊരാൾക്ക് ശാരീരിക പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ കുടുംബപരമായിരിക്കും. ഇങ്ങനെ പ്രയാസങ്ങളില്ലാത്തൊരു ജീവിതം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കുറവായിരിക്കും. ദുനിയാവിൽ അല്ലാഹു പ്രയാസം, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുനിയാവിലെ ജീവിതം നരക സമാനമായ ജീവിതമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില പ്രയാസങ്ങളൊക്കെ ദുനിയാവിലുണ്ടാകും. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് യഥേഷ്ടം, അവന് നിയന്ത്രണങ്ങളില്ല, വിധിവിലക്കുകളില്ല, ഒന്നുമില്ല, എങ്ങനെയും ജീവിക്കാം. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത്തരം അഴിച്ചുവിട്ടൊരു ജീവിതമല്ല ദുനിയാവിൽ. അപ്പോൾ സ്വാഭാവികമായും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആ പ്രയാസങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനൊക്കെ വലിയ പ്രതിഫലം നാളെ പരലോകത്ത് സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഹദീസിൽ തന്നെ കാണാം, കാലിൽ തറക്കുന്നൊരു മുള്ള്, കാലിൽ ഒരു മുള്ള് തറച്ചാൽ ആ മുള്ള് തറച്ചപ്പോൾ അതിൽ ക്ഷമിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊണ്ടാൽ അതിന് വരെ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രയാസങ്ങളുണ്ട്? ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രയാസങ്ങളുണ്ട്, ഉമ്മയുടെ ഭാഗത്ത് നിന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാഗത്ത് നിന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുണ്ട്, അയൽപ്പക്കക്കാരിൽ നിന്ന്. അവിടൊക്കെ നമ്മൾ ക്ഷമിച്ചാൽ എത്ര പ്രതിഫലമാണ് അതിന് കിട്ടുന്നത്. അജബല്ലി അംരിൽ മുഅ്മിൻ, റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ കാണാം, അജബല്ലി അംരിൽ മുഅ്മിൻ. മുഅ്മിനിൻ്റെ കാര്യം അത് വലിയ അത്ഭുതമാണ്, വലിയ അത്ഭുതം നിറഞ്ഞതാണ്. അന്ന് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒരുപാട് കിട്ടും, അൽഹംദുലില്ലാ പറയുന്നു, അതിനും പ്രതിഫലമാണ്. അതേസമയം പ്രയാസങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമിക്കുന്നു, അതിനും അവന് പ്രതിഫലമാണ് നാളെ സ്വർഗത്ത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഭൗതികമായ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും. പ്രയാസങ്ങളില്ലാത്ത ജീവിതം അല്ലാഹു സ്വർഗത്തിൽ മാത്രമാണ് മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ചത്. ആ പ്രയാസങ്ങൾ വരുമ്പോൾ അതിൽ അലോസരപ്പെടാതെ, അക്ഷമരാവാതെ, ക്ഷമയോടുകൂടെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിൽ തവക്കുലാക്കി ജീവിച്ചാൽ
അള്ളാഹു നാളെ സ്വർഗത്തിൽ വലിയ പ്രതിഫലം തന്ന് നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ടല്ലേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതം ഒരു പ്രയാസവും അനുഭവിക്കേണ്ടവരല്ല മുത്തുനബി, ലോകം മുഴുവൻ എന്നല്ല, അള്ളാഹു കഴിഞ്ഞാൽ മറ്റെല്ലാം മുത്തുനബിക്ക് കീഴിലാണെങ്കിൽ ആ മുത്തുനബി വരെ എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. മാനസികമായ പീഡനങ്ങൾ, ശാരീരികമായ പീഡനങ്ങൾ, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തലുകൾ, റസൂലുള്ളാഹിയുടെ മുൻപറ്റിൽ വരെ യുദ്ധത്തിൽ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്കും പ്രയാസങ്ങളുണ്ടാകും. ആ പ്രയാസങ്ങളൊന്നും നമ്മൾ അക്ഷമരാകാനല്ല പഠിപ്പിക്കേണ്ടത്. നമ്മോട് ഇങ്ങോട്ട് പ്രയാസം ചെയ്തവർ, ബുദ്ധിമുട്ട് ചെയ്തവർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസം ഏൽപ്പിച്ചവർ, അവരോടൊക്കെ ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. അപ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ പരിപൂർണതയിൽ എത്തുന്നത്. അത്തരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.